നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റ്, ഏറ്റവും പ്രധാനമായി ഒരു 3-4 കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ കാര്യങ്ങൾ ഭംഗിയാവും. നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് അല്ലെ ഹൈപ്പർ മാർക്കറ്റ് വലുതാക്കാനല്ല ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ കൂട്ടാനല്ല ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ അപ്സ്റ്റെയറിലേക്ക് പുതിയ പോർഷൻ എടുക്കാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. പകരം നിങ്ങളുടെ സർവീസ് ബെറ്റർ ആക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ. സർവീസ് മാത്രമല്ല, ക്വാളിറ്റി ബെറ്റർ ആക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കിയേ. നിങ്ങളുടെ പ്രൈസ് ബെറ്റർ ആക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കിയേ. ഈ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു വർധന സെയിലിൽ സ്പഷ്ടമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, പെട്ടെന്ന് തീർക്കാം, അധികം സമയം എടുക്കില്ല. നിങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യുക. അതിൽ കൂടുതൽ അവരെ റെസ്പെക്ട് ചെയ്യുക. നിങ്ങളുടെ സ്റ്റാഫിനെ നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു കസ്റ്റമറെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നിങ്ങളുടെ സ്റ്റാഫിനെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് ക്ലാസ്സുകൾ എടുത്ത് നിങ്ങൾ കൊടുക്കണം. നല്ല ക്ലാസ് എടുക്കാൻ അറിയാവുന്ന നല്ല ടീമിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്റ്റാഫിനെ മോൾഡ് ചെയ്യണം. നന്നായിട്ട് കസ്റ്റമറെ കെയർ ചെയ്യുകയും കസ്റ്റമർ റെസ്പെക്ട് ചെയ്യുകയും ചെയ്താൽ നിങ്ങളെ വിട്ട് ആ കസ്റ്റമർ വേറൊരു സ്ഥലത്ത് പോവില്ല. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രൈസിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കസ്റ്റമറെ നോക്കി, മാർക്കറ്റ് നോക്കി, കോമ്പറ്റീറ്ററെ നോക്കി നിങ്ങളൊന്ന് പ്രൈസ് ഫിക്സ് ചെയ്തേ. നിങ്ങളുടെ പ്രൈസ് ആയിരിക്കും ദ ബെസ്റ്റ് പ്രൈസ്. ഒരു മാറ്റവും ഇല്ല. ഒരു ഏരിയയിലെ അല്ലെങ്കിൽ ഒരു ടൗണിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഏറ്റവും നല്ല പ്രൈസ് നിങ്ങളുടേതായിരിക്കും. നിങ്ങളെ തേടി കസ്റ്റമർ വരും. നിങ്ങൾ ഓഫർ ബെറ്റർ ആക്കിക്കേ. കസ്റ്റമർക്ക് നല്ല ഓഫർ പ്രൊവൈഡ് ചെയ്തേ. ഇപ്പൊ എല്ലാ കമ്പനിക്കും ഓഫറുണ്ട്, ഒരു കമ്പനിക്കും ഓഫർ ഇല്ലാതില്ല. പക്ഷേ ആ ഓഫർ ചോദിച്ചു വാങ്ങിക്കാൻ നിങ്ങളുടെ പർച്ചേസർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങളുടെ പർച്ചേസറോട് പറയുക, ഓഫർ മാത്രം ചോദിച്ചു വാങ്ങിച്ച് ബിന്നിലിട്ട് നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറയുക. നിങ്ങളുടെ മാർജിൻ ഒട്ടും കുറയില്ല. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ കസ്റ്റമർക്ക് ആവശ്യം വേറൊന്നുമല്ല, നല്ല പ്രോഡക്റ്റ്, നല്ല ക്വാളിറ്റി, നല്ല പ്രൈസിങ്, നല്ല ഐറ്റം. ഇതാണ് കസ്റ്റമർക്ക് ആവശ്യം. അതിലുപരി നല്ല സർവീസ്. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഇതിന് വലിയ ലോജിക്കോ കോമൺ സെൻസോ ഒന്നും വേണ്ട. നിങ്ങളുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുക. ബെസ്റ്റ് ട്രെയിനിങ് നിങ്ങളുടെ സ്റ്റാഫിന് കൊടുക്കുക. നിങ്ങളുടെ ഷോപ്പ് നിങ്ങൾ വിചാരിക്കുന്നതിലും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യും. സെയിൽ കൂടും. ക്വാളിറ്റിയിൽ 1% പോലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങൾക്ക് ചെറിയ ലോസ് വന്നെങ്കിൽ കൂടി നിങ്ങൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഈ രീതിയിൽ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം വളരെ സ്പീഡിൽ ഞാൻ നിങ്ങളോട് പറയുക. നിങ്ങൾക്ക് പറ്റും, തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾ ശ്രമിക്കുക, ഭംഗിയാക്കുക, സെയില് കൂട്ടിയെടുക്കുക, സെയില് ഡബിളാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് സാധിക്കും. താങ്ക് യു.